കോഴിക്കോട് കൊടുവള്ളിയിൽ വാഹനാപകടത്തിൽ മരിച്ച യുവാക്കളെ തിരിച്ചറിഞ്ഞു. ബാലുശ്ശേരി കിനാലൂർ സ്വദേശി ജാസിർ, കണ്ണാടിപ്പൊയിൽ സ്വദേശി അഭിനന്ദ് എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് ഇരുവരും മരിച്ചത്. മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായതുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. സമീർ സി മുഹമ്മദ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഇതെങ്ങനെ അപകടമുണ്ടായി? ഈ ബൈക്ക് എങ്ങനെ പൂർണ്ണമായി കത്തിക്കരിഞ്ഞു? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ അപകടം സംബന്ധിച്ച് സമീർ? ഉന്മേഷ്, ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് കൊടുവള്ളി സൗത്തിൽ ഇത്തരമൊരു അപകടം ഉണ്ടായത്. ബൈക്ക് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുകൊണ്ടായിരുന്നു അപകടം. ഉടൻ തന്നെ ബൈക്ക് കത്തുകയും 2 പേർ മരണപ്പെടുകയും ചെയ്തു. ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു. അപ്പോൾ തന്നെ ആ 2 പേരും വെന്ത് മരിക്കുന്ന ഒരു ഘട്ടവുമുണ്ടായി. ഈ ശബ്ദം കേട്ട് അവിടുത്തെയുള്ള നാട്ടുകാരാണ് പോലീസിനെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിനെയും കാര്യങ്ങൾ അറിയിക്കുകയും പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ 2 പേരുടെയും മരണം സംഭവിച്ചു. ഈ ആളുകൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തിരിച്ചറിയ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ 2 വ്യക്തികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശികളായിട്ടുള്ള കിനാലൂർ സ്വദേശി ജാസിർ, ഒപ്പം തന്നെ കണ്ണാടിപ്പൊയിൽ സ്വദേശി അഭിനന്ദ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഈ മരണം സംബന്ധിച്ച് ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുമുണ്ട്. പുലർച്ചെ 4:45-നാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. മറ്റു തരത്തിൽ വാഹനം ഇടിച്ച ഉടനെ തന്നെ ഇത് കത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പോലീസിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മറ്റ് എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ, ദുരൂഹതയുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. 2 പേരുടെയും മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അവിടുത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉന്മേഷ്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.